വെൽക്കം ബാക്ക് ടു ആർബി ടോക്സ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി 10th പോകുന്ന എല്ലാ കുട്ടികളും മസ്റ്റ് ആയിട്ട് കാണേണ്ട ഒരു വീഡിയോ ആണിത്. 10th എക്സാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ലൈഫിൽ നമ്മൾ എഴുതാൻ പോകുന്ന ആദ്യത്തെ ബോർഡ് എക്സാം ആയിരിക്കും അത്. അപ്പോൾ നമ്മൾ അതിനായിട്ടുള്ള പ്രിപ്പറേഷൻസും അങ്ങനെ തന്നെ ഉണ്ടാവണം. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വ്ളോഗ്. ഞങ്ങൾ 10th ക്ലാസ് ചെയ്ത ഏറ്റവും ആദ്യത്തെ മിസ്റ്റേക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പറയുക, അതായത് അന്നന്ന് എടുക്കുന്ന ലെസൺസ് അന്നന്ന് റെഫർ ചെയ്യാത്ത. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ അന്നന്ന് എടുക്കുന്ന ലെസൺസ് അന്ന് തന്നെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം നമ്മളത് മൈൻഡിലോട്ട് അങ്ങനെ എടുത്ത് തീരുകയാണ് ചെയ്യുന്നത്. അതല്ല നമ്മളതിങ്ങനെ ബാക്കിയാക്കി ലാസ്റ്റ് എക്സാം ആവട്ടെ അന്ന് പഠിക്കുക അല്ല അതിൻ്റെ തലേന്ന് പഠിക്കാമെന്ന് പറഞ്ഞു പോകുമ്പോൾ അത് കുറേ ഉണ്ടാവും, അത് ലോഡാവും. അങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്കത് എടുത്ത് എത്രയായാലും നമുക്കത് പഠിച്ച് തീർക്കാൻ പറ്റില്ല. അങ്ങനെ ആകുമ്പോഴാണ് പ്രശ്നങ്ങൾ വലുതാവുന്നത്. ഇപ്പോൾ ട്യൂഷനൊക്കെ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഒരു ചില സബ്ജക്റ്റ് ഒരു 2-3 ചാപ്റ്ററൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എല്ലാം സെറ്റാന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ പോകുമ്പോൾ ടീച്ചേഴ്സ് അത് തന്നെ എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ഇതെന്നാ കേൾക്കാനല്ല, നമ്മളെല്ലാം പഠിച്ചതല്ലേ. പക്ഷെ നമ്മളങ്ങനെ ചെയ്യരുത്. നല്ലോണം എടുത്തു തരുന്ന ടീച്ചേഴ്സിൻ്റെ അത് പിന്നെയും കേൾക്കും. അപ്പോൾ നമ്മളെ മൈൻഡിൽ എപ്പോൾ അത് സ്റ്റോർ ആയിട്ട് തന്നെ ഉണ്ടാവും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഫുള്ള് ട്യൂഷനും ക്ലാസ്സസ് എല്ലാം ആയിട്ട് പ്രാന്ത് പിടിച്ച് നിൽക്കലായിരിക്കും. നമ്മൾ വിചാരിക്കും വെക്കേഷനായിട്ട് ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ ദൈവമേന്. ക്ലാസ് ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ട്യൂഷന് ചേർന്ന കുട്ടികളാണെങ്കിൽ ഓൺലൈൻ ക്ലാസ് ആണോ, അല്ലാത്ത ഓഫ്ലൈൻ ട്യൂഷൻ ആണെങ്കിൽ ഓഫ്ലൈനിൽ പോവുക. സത്യം പറഞ്ഞാൽ നമുക്ക് മെടുത്തിട്ടുണ്ടാവും ഈ സംഭവം. എന്താ വെച്ചാൽ നമ്മൾ ഇതൊക്കെ കടന്നിട്ടാണ് വന്നത് ഒരു കൊല്ലം. നമുക്ക് ഈ ഏപ്രിലും മെയ്യും ആകുമ്പോൾ കരച്ചിൽ വന്നിന്. ക്ലാസ്സിന് പോവുക, പഠിക്കുക, പുതിയ ടെക്സ്റ്റ് ബുക്ക്. സത്യം പറഞ്ഞാൽ ടോട്ടലി ഫ്രസ്ട്രേഷൻ ആയിരിക്കും. ഞങ്ങളൊക്കെ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്യൂഷനൊക്കെ പോയി എല്ലാ ചാപ്റ്ററൊക്കെ മനസ്സിലാക്കിയിട്ട് ക്ലാസ് പോയിട്ട് ടീച്ചേഴ്സ് എടുത്ത് തരുമ്പോൾ നമ്മളതൊന്നും ശ്രദ്ധിക്കില്ല. ഞങ്ങളിങ്ങനെ കഥയെല്ലാം പറഞ്ഞിരുന്ന് കളിച്ച് പിന്നെ നോക്കുമ്പോൾ നമുക്കത് ആ ട്യൂഷൻ്റെ അടുത്ത സംഭവം ഫുള്ളി ഔട്ടാവും, തലേന്ന് മൊത്തം പോവും. പിന്നെ നമുക്ക് ക്ലാസ്സിലെത്തും തിരിയില്ല, ഫുള്ളി ടെൻഷനായി. ഞങ്ങൾക്ക് എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടി, ഈവൻ നമ്മൾ വരെ ചെയ്ത പരിപാടിയാണ്. എന്താ വെച്ചിട്ട് നമ്മൾ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക്. അതെ, ട്യൂഷൻ സെൻ്ററൊക്കെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഡിസ്കഷൻ ഉണ്ടാവും. നീ എവിടെയാണ് പഠിക്കുന്നത് അങ്ങനെ ആയിരിക്കും നമ്മൾ ട്യൂഷന് പോവുക. പക്ഷെ നമ്മൾ ഒരു കാരണവശാലും ഫ്രണ്ട്സുള്ള ട്യൂഷൻ സെൻറ്ററിൽ പോകാനേ പാടില്ല. നമുക്ക് അവരൊക്കെ ഇങ്ങനെ ഗോസിപ്സ് പറയാനോ കഥ പറയാനോ കുറ്റം പറയാനും മാത്രമേ നേരം ഉണ്ടാവും. പഠിക്കാനായിട്ട് ഒന്നും പറ്റില്ല. അതുമാത്രമല്ല നമ്മളെ കൂടെയുള്ളവരായിരിക്കും ഫുൾ A+ മേടിച്ച് പോവുക. നമ്മളപ്പോൾ 5, 2, 3 A+ലേക്ക് നിൽക്കുക. സത്യം പറഞ്ഞാൽ നമുക്ക് അനുഭവമുള്ള കാര്യമാണ് ഗൈസ്. കൂടെയുള്ളവർ ചതിക്കും. നമ്മൾ വിചാരിക്കും നമ്മളെപ്പോലെ തന്നെ അവരൊന്നും പഠിക്കാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ അവരായിരിക്കും കൂട്ടത്തിലെ പഠിപ്പി ഗൈസ്. ഇപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ വൃത്തിക്ക് ശ്രദ്ധിച്ചിട്ട് ഇരുന്നിട്ട് എല്ലാം മനസ്സിലാക്കുക. അല്ലാണ്ട് നമ്മൾ ആ സമയത്ത് സംസാരിച്ചിട്ട് വീട്ടിൽ പോയി പഠിക്കാന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാൻ പോകാത്ത കാര്യമാണ്. വീട്ടിലിരുന്ന് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ക്ലാസ് വൃത്തിക്ക് ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെയും പറയുന്നുണ്ട്, ഫ്രണ്ട്സിനെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. എൻ്റെ ക്ലാസ്സിൽ ഒരു സെക്കൻഡ് ഉണ്ടായിരുന്നു, ട്യൂഷന് വരില്ല, ബുക്ക് എടുക്കില്ല, പെന്നെടുക്കില്ല, പെൻസിലെടുക്കില്ല, ക്ലാസ്സിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് അടങ്ങിയിരിക്കാത്ത ഒരു സെക്കൻഡ്. ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ ഓഫീസിന് മുന്നിൽ എപ്പോഴും നിർത്തിക്കും. എന്തൊരു ചൊറയായാലും അതിന് തോന്നുന്നുണ്ട്, അത് ഉണ്ടാവും. നമ്മൾ വിചാരിച്ചു ഇവനെല്ലാം പാസ്സാവോ, അങ്ങനെ നമ്മളെപ്പോൾ ചിന്തിക്കലുണ്ടായിരുന്നു. റിസൾട്ട് വന്നിട്ട് ക്ലാസ് ടീച്ചറൊക്കെ നമ്മളെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഫസ്റ്റ് പറഞ്ഞു, ഞാൻ ചോദിച്ചോ മിസ്സ് നമ്മളിപ്പോൾ നമ്മളെ ക്ലാസ്സിൽ ഫുൾ A+ ആർക്കില്ല. അപ്പോൾ ഉണ്ട്, ഇവനക്ക് ഉണ്ട് ക്ലാസ്സിൽ, ഓന് ഫുൾ A+ ഉണ്ട്. പിന്നെ വേറെ 2 കുട്ടികളെ പറഞ്ഞു, അവർ പിന്നെ നല്ല പഠിക്കുന്ന കുട്ടികളാണ്. ഇവനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൂടിയിട്ട് മെസ്സേജ് അയക്കുമല്ലോ ഈ റിസൾട്ടൊക്കെ വന്നു. ഓനിക്ക് ഫുൾ A+ആ, ഓ ക്ലാസ്സിലേ വരുത്തില്ലല്ലോ. ടീച്ചേഴ്സ് വരെ അവനെ തള്ളിപ്പറഞ്ഞതാണ്. അത് കിട്ടൂല, ഒരു മനുഷ്യനാണ് ബുക്കെങ്കിലും എടുത്ത് പഠിക്കണം, അതും ഇല്ല. അതാ ഞാൻ പറഞ്ഞ ഫ്രണ്ട്സ് ഇങ്ങനെയൊക്കെ കളിക്കും. അപ്പം നമ്മൾ വിചാരിക്കും ഇവൻ പാസ്സാവില്ല, ഇവനിക്ക് A+ ഉണ്ടാവില്ല. പക്ഷെ അവർക്കായിരിക്കും കാഴ്ച A+ ഉണ്ടാവും. നമ്മളിങ്ങനെ ഇവർ നമ്മളെ ഓടി ഉണ്ടാവും. അവസാനം വാഴ സിനിമയിലെ ഹാഷിറിൻ്റെ അവസ്ഥയായിപ്പോൾ. പിന്നെ ഈ ചില ആൾക്കാരുണ്ടാവും ഈ 10th ക്ലാസ് ആണ് എങ്ങനെയെങ്കിലും മാർക്ക് വാങ്ങിക്കണം ഫുൾ A+ എന്നൊക്കെ പറഞ്ഞ് ഈ ഉറക്കമൊക്കെ ഒഴിച്ചിരുന്നിട്ട് ഫുൾ ടൈം പഠിത്താം. അങ്ങനെയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ലൈക്ക് നമ്മളൊരു കറക്റ്റായിട്ട് ലൈക്ക് 10th സ്റ്റാർട്ടായ മുതൽ തന്നെ നമ്മളൊരു കറക്റ്റായിട്ടുള്ള ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക ഫസ്റ്റ്. അത് മാത്രമല്ല നമ്മളിപ്പോൾ എടുത്തിരുന്ന കാര്യം നമുക്കത് മനസ്സിലാക്കുക. ബൈഹാർട്ട് പഠിച്ചിട്ട് ഒരു കാര്യമില്ലേ, ബൈഹാർട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ലൈക്ക് നമ്മൾ ഇനിയിപ്പോൾ നിങ്ങൾ 10th എത്തിയിട്ട് കുറേ ചാപ്റ്റേഴ്സ് ആകുമ്പോൾ കുറേ
കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഈ സോഷ്യലൊക്കെ ഞങ്ങൾ ബൈ ഹാർട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ലൈക്ക് കഥ പോലെ അങ്ങ് എഴുതി വെച്ചാൽ മതി. ലൈക്ക് ഇപ്പോൾ നമുക്ക് സോഷ്യലിൽ ഏറ്റവും കൂടുതലുള്ള മൂവ്മെൻറ്റ്സിനെ പറ്റിയിട്ടാണ്. ആ മൂവ്മെൻറ്റ് ഈ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്താക്കുക, അതിലത്തെ മെയിൻ ലീഡറിൻ്റെ പേര് മനസ്സിലാക്കുക, പിന്നെ ആ സംഭവത്തിൽ എന്തൊക്കെയായി അതെത്ര മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നിട്ട് കുറച്ച് നീട്ടി വലിച്ച് ചെയ്തോ. ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്തത്. എനിക്ക് സോഷ്യലിന് A+ കിട്ടി. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും, ക്ലാസ്സിലെ കുട്ടികളിൽ എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെ ഈ സോഷ്യലിന് A+ കിട്ടുന്നത്? എനിക്ക് കിട്ടുന്നത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സംഭവം മനസ്സിലാക്കിയിട്ട് ഇരിക്കും. ബാക്കി ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് കുറച്ച് നീട്ടി വലിച്ച് ചെയ്തു, ക്വസ്റ്റ്യനിലെ കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് ചെയ്തു. അതാണ് വേണ്ടത്. അല്ലാതെ നമ്മളത് ബൈ ഹാർട്ട് അതിങ്ങനെ ഇങ്ങനെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞങ്ങളത് ഇപ്പോൾ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ, അത് മനസ്സിലാക്കി നോക്കുക. പിന്നത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പഠിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ നിങ്ങൾക്ക് പറയാൻ ഇങ്ങനെ ഈസിയാണ്, ഞങ്ങളിതെങ്ങനെ പഠിച്ചെടുക്കാനാണ്. പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് ഈസിയാണ്. ഒരു ടെക്സ്റ്റ് ബുക്ക് ഇന്ന് കൊടുത്താൽ നാളെ അവർ പഠിച്ചിട്ട് തരും. പക്ഷെ എന്നെപ്പോലത്തെ ആവറേജ് പിള്ളേർക്കാണ് ഇതൊക്കെ ഭയങ്കര കഷ്ടം ഗൈസ്. ഇങ്ങനെ ഇരുന്ന് പറയാൻ നല്ല സുഖം, പക്ഷെ ആ സ്ഥലത്ത് നമ്മൾ എത്തുമ്പോൾ ഭയങ്കര റിസ്ക്കാണത്. ഞാൻ പറയാം അതിന് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് പാസ്സാവാനുള്ള മാർക്കിന് എത്ര പഠിച്ച് വെക്കുക. ഇപ്പോൾ 24 മാർക്ക് വേണോ 80 മാർക്കിൻ്റെ, അല്ലാത്ത 40 മാർക്കിന് 13 മാർക്ക്. അറ്റ്ലീസ്റ്റ് അതിനുള്ളത് വേറെ പഠിച്ച് വെക്കുക. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സാം ഹോളിൽ പോയാൽ ഒറ്റപ്പെട്ടു പോകും ഗൈസ്, സീരിയസ്ലി ഒറ്റപ്പെട്ടു പോകും. പിന്നെ അത്ര നല്ല ഫ്രണ്ട്സൊക്കെ നമ്മളെ ഒപ്പം ഇരുന്നവർ വരെ നമ്മളെ എക്സാം ഹോളിൽ എടുത്തുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഫുള്ളി ടെൻസ്ഡ് ആവും. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് മുതലേ കുറച്ച് നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് പഠിക്കുക. അറ്റ്ലീസ്റ്റ് പാസ്സാവാനുള്ള മാർക്കിനെങ്കിലും പഠിച്ചു വെക്കുക. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ വെയിറ്റേജ് നോക്കി പഠിക്കുക. ഇങ്ങനെ നമ്മൾ ഓവറായിട്ട് അതും ഇതും അധികം വെയിറ്റേജ് ഒന്നും ഇല്ലാത്ത അധികം മാർക്കൊന്നും വരാത്ത ചാപ്റ്റേഴ്സ് വെറുതെ തലക്കേറ്റി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. വെയിറ്റേജ് ഏതിനാണോ കൂടുതൽ അത് നല്ലോണം റെഫർ ചെയ്യുക. ബാക്കിയുള്ള പഠിക്കേണ്ടെന്നല്ല, അതും പഠിക്കണം. പക്ഷെ നമ്മൾ കൂടുതലായിട്ട് എന്താ പറയുക ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സിനെ. അതേപോലെ തന്നെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. അതിങ്ങനെ നമുക്ക് ആ ഭാഗ്യം ഉണ്ടായില്ല. എന്താ വെച്ചാൽ നമ്മൾ പുതിയ സിലബസ്, പുതിയ ടെക്സ്റ്റ് ബുക്ക്, ഫുള്ള് ചൊറയുള്ള പരിപാടിയായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഇല്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. ഞങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത്, അതായത് SLCൻ്റെ വരെ ഉണ്ടാവും. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നോക്കിയിട്ടിരിക്കുക. എക്സാംസിൻ്റെ മുന്നേ ആണ്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസേ വരൂ. ഇപ്പോൾ നമുക്കായ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓൺ എക്സാമിന് ഇടും. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പ്രാക്ടീസ് കിട്ടിയ പോലെ. പിന്നെ കുറേ വെബ്സൈറ്റ് ഉണ്ടാവുമല്ലോ, ഇപ്പോൾ സമഗ്ര അങ്ങനത്തെ വെബ്സൈറ്റ് കയറിയിട്ട് ഇങ്ങനെ ക്ലാസ് ടെസ്റ്റ് അതൊക്കെ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, നിങ്ങളെ സിലബസ് കുറച്ചും കൂടി ഈസി ആക്കിയിട്ടുണ്ടല്ലോ. അതെ, ഞങ്ങളെ ശിവകുട്ടി മന്ത്രി അപ്പൂപ്പൻ നിങ്ങൾക്ക് ഈസി ആക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും കൂടി സമാധാനിച്ചിരിക്കുക. നിങ്ങൾക്ക് അങ്ങനെ വലിയ ടെൻഷൻസ് ഒന്നും വേണ്ട. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ സോഷ്യലാണെങ്കിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ എല്ലാം സെറ്റാണ്. പക്ഷേ കെമിസ്ട്രി ഫിസിക്സും അത് സത്യം പറഞ്ഞാൽ നല്ല ടഫൊക്കെ തന്നെയാണ്. ഞങ്ങൾക്ക് കെമിസ്ട്രി എന്ന് വെച്ചാൽ ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റാണ്. കെമിസ്ട്രി ക്ലാസ് എന്ന് പറയുമ്പോൾ ഞാൻ കാര്യമാണ്. ചിലപ്പോൾ ഞാൻ ഉറങ്ങിക്കളി ക്ലാസ്. നമ്മളെല്ലാം ചെയ്യുന്ന പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ് കയറി ഉറങ്ങൽ തന്നെ. അങ്ങനെ ഉറങ്ങിയിട്ട് കുറേ എണ്ണം എൻ്റെ അടുത്തുള്ളവർക്ക് A+, B+, D+ എല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ കളിക്കുന്നവർ ചില സമയത്ത് നല്ല മാർക്കോടെ പാസ്സാവും. നമ്മളിങ്ങനെ ഇരിക്കും. ബാക്കിയുള്ളവർ ചെയ്യുന്ന വേണ്ടിയിട്ട് ചെയ്യാണ്ടിരിക്കുക. മാത്സിൻ്റെ ഒക്കെ ഇക്വേഷൻ ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ടഫായിട്ടുള്ളത്. അത് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ നമ്മൾ കാണുമ്പോൾ തന്നെ A+B അമ്മ എന്നാക്കി നമ്മളെപ്പാടും വിട്ടളി. പക്ഷെ നമ്മളങ്ങനെ ചെയ്താൽ അതിൻ്റെ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാവും. എനിക്ക് അനുഭവമുള്ളതാണ്. ഇവളെന്നെ ലാസ്റ്റ് മിനിറ്റ് പഠിപ്പിച്ചുകൊണ്ടാണ് ഞാൻ എങ്ങനെയല്ലോ മാത്സിന് B എടുത്തത് ഗൈസ്. അത്ര നമ്മൾ വിചാരിക്കും ആവുകയില്ല. പക്ഷെ ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് ഭയങ്കര ഈസി ആയിരിക്കും. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇപ്പം നിങ്ങൾക്ക് ക്ലാസ് ഒന്നും തുടങ്ങിയിട്ടില്ല, ഇപ്പം തന്നെ ഈ വെക്കേഷൻ ടൈമിൽ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോ. ഹാൻഡ് റൈറ്റിംഗ് അത്രത്തോളം നീറ്റായിരിക്കണം. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ കാര്യം. എന്താ വെച്ചാൽ നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് ചില സമയം തിരക്കിട്ട് പോകുന്ന ടീച്ചേഴ്സൊക്കെ ആകുമ്പോൾ നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് കാണുമ്പോൾ മതിയെന്ന് വിചാരിച്ച് പോകും. ചില കുട്ടികൾ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്, അതിൻ്റെ അകത്ത് ഒന്നും ഇല്ലെങ്കിൽ കൂടി മാർക്ക് കിട്ടുമോ. അതുകൊണ്ട് നിങ്ങൾ ഹാൻഡ് റൈറ്റിംഗ് സെറ്റ് ആക്കിക്കൊള്ളണം. ഇന്നത്തെ കാര്യം വലിയതാക്കി എഴുതാം, നല്ല നീട്ടി വലുതാക്കി എഴുതാൻ നോക്കാം. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഓൺ എക്സാമിന് ആ എക്സാമിനുള്ള അഡീഷണൽ അല്ല ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ബുക്ക്ലെറ്റ് ആയിരിക്കും നമുക്ക് SLCക്ക് വരുന്ന അഡീഷണൽ. എങ്ങനെ വെച്ചാൽ ഒരു ഷീറ്റ് ഉണ്ടാവും, അതിൻ്റെ അപ്പുറം ഉണ്ടാവും, പിന്നെ അപ്പുറം ഉണ്ടാവും, ഇപ്പുറം ഉണ്ടാവും. ഇപ്പോൾ നടുപ്പേജില്ലേ അതേപോലെ ആയിരിക്കും നമ്മളെ SLCൻ്റെ അഡീഷണൽ ഉണ്ടാവും. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കണം. ഇപ്പോൾ ചില സബ്ജക്റ്റിന് നമുക്ക് അഡീഷണൽ വേണ്ടി വരില്ല, പക്ഷേ അഡീഷണൽ എടുത്താൽ നമ്മളൊരു പഠിപ്പി ലുക്ക് കാണിക്കും. നമ്മളങ്ങനെയല്ലേ പൊതുവേ ഉള്ള സംഭവം. അപ്പം നിങ്ങൾ മാക്സിമം കുറച്ച് വലിയതാക്കി നീറ്റാക്കിയിട്ട് എഴുതാൻ നോക്കുക. നമ്മൾ നിങ്ങളുടെ അടുത്ത് ഇപ്പോഴേ ഈ ആൻസർ ഷീറ്റ് എങ്ങനെയാണ് ഉണ്ടാവാന്ന് പറഞ്ഞു തരാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ SSLCക്ക് കുറച്ച് ദിവസം മുമ്പ് വരെ ഒരു കൂസലില്ലാണ്ടിരുന്ന ഒരാളാണിത് ഇവള്.
ഇവക്ക് അതൊരു പേടി വന്നത് എപ്പാന്നറിയോ, ആ ആൻസർ ഷീറ്റ് കാണിച്ചു തന്നപ്പോ. സത്യം പറഞ്ഞാൽ ആൻസർ ഷീറ്റ് കാണുമ്പോൾ കൈയും കാലം വർക്കും കഴിച്ച് ഞങ്ങൾ ചോദിച്ചു ദൈവമേ ഇതാണോ ഇതിൻ്റെ അകത്താണോ നമ്മൾ എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാം നിങ്ങളോട് ആദ്യം പറയാം, ഒന്ന് പാനിക് ആവേണ്ട ഒരു ആവശ്യമില്ല. അത് ജസ്റ്റ് ഒരു സിമ്പിൾ സീരിയസ് ടെസ്റ്റ് പോലെ കണ്ടാൽ മതി. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒന്ന് പാസ്സാവുള്ള മാർക്കെങ്കിലും നിങ്ങൾ കരുതണം. പിന്നെ സി മാർക്ക് ഗ്രേസ് മാർക്കൊക്കെ കിട്ടും. പിന്നത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം പഠിക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമാവുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒപ്പരമുള്ള ആൾ നല്ല മാർക്കിൽ പാസ്സാകുമ്പോൾ നമ്മൾ ചെറിയ ഗ്രേഡ് പാസ്സാകുമ്പോൾ നമുക്കത് സഹിക്കുന്നതിൻ്റെ അപ്പുറമാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ നമ്മളെ വ്ളോഗ് ഇട്ടിട്ട് വിചാരിക്കും ദൈവമേ പഠിച്ചേ പറ്റൂ. അങ്ങനെ നമ്മൾ ഒരിക്കലും വിചാരിക്കാം. നമ്മളെ 10th ലൈഫ് ഏറ്റവും ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഉള്ളതാണ്. നമ്മളെല്ലാം വിട്ടിട്ട് പോകുന്ന ഒരു സമയമാണ് ഗൈസ്. നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടമാവുന്ന ആ ഫെയർവെൽ എത്തി വെക്കുമ്പോഴാണ് അയ്യോ തീരാനായല്ലോ, ഇത്രയും കൊല്ലം നമ്മളെ ക്ലാസ്സിലുണ്ടായവരെ എല്ലാം നമ്മളപ്പം മിസ് ചെയ്യും. സത്യം പറഞ്ഞാൽ നമ്മൾ പഠിക്കുകയും വേണം, അതിൻ്റെ കൂടെ തന്നെ കളിച്ച് ചിരിച്ച് നല്ല അടിപൊളിയായിട്ട് നടക്കണം. കളിക്കേണ്ട എല്ലാ കളിയും കളിച്ചോ ഗൈസ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല, വലിയ അടിപിടിയൊന്നും ആക്കാൻ പാടില്ല. ഇല്ല ഒരു 1 year നമ്മൾ എല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പിൽ നല്ല അടിപൊളിയായിട്ട് നടക്കാം. പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നല്ല മെമ്മറീസ് ഉണ്ടാവണം നമ്മളെ ലൈഫിൽ. നമ്മൾ ആ സ്കൂളിലേക്ക് പിന്നെ TC മേടിക്കാൻ വരുമ്പോൾ നമ്മൾ പല ഫ്രണ്ട്സിനെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് അടിയും പിടിയും ഒന്നും ആക്കാണ്ട് നല്ല രീതിക്ക് തന്നെ പോവുക. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓൺലൈൻ ട്യൂഷനൊക്കെ നിൽക്കുന്ന കുട്ടികൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനിൽ സൈലത്തിൻ്റെ ബാച്ചിലായിരുന്നു, അസ്ത്ര ബാച്ചിലായിരുന്നു തന്നെ. ലൈക്ക് നമുക്ക് പിന്നെ കുറേ ക്ലാസ്സൊക്കെ പെൻഡിങ് വന്നിട്ട് ഇങ്ങനെ വീവലായിരുന്നു. എന്താ വെച്ചാൽ ഇവരെ ക്ലാസ് 1-2 മണിക്കൂർ ഉണ്ടാവും. ഞങ്ങൾ ഒരു ക്ലാസ് വിട്ടില്ല, നമ്മൾ ചോദിക്കാൻ മതി നാളെ കാണാം. നോക്കുമ്പോൾ നാളെ വേറെ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ അത് ഫുള്ളി പെൻഡിങ് ആയിട്ട് അങ്ങ് പണ്ടാരടങ്ങി പോകും. നിങ്ങൾക്ക് അങ്ങനെ ഫുള്ളി ടെൻസ്ഡായി പോകും. ഇപ്പോൾ വീട്ടുകാരൊക്കെ ഇങ്ങനെ പറയും 10th ക്ലാസ്സാണ് മര്യാദയ്ക്ക് പഠിച്ചോളണം, ഓളെ കണ്ടോ ഇവളെ കണ്ടോ. നിങ്ങൾക്കാവുന്ന ബെസ്റ്റ് നിങ്ങൾ കൊടുക്കുക. നിങ്ങളെ തന്നെ വേറൊരാളായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. നിങ്ങളെ ബെസ്റ്റ് നിങ്ങൾ കൊടുക്കുക. അത് പിന്നെ ബാക്കി ദൈവത്തിന് വിട്ടു കൊടുക്കുക. ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയാം, സ്മൈൽ എക്സാമിന് പിള്ളേർ പറഞ്ഞുതരും, അതേപോലെ തന്നെ സീരിയസ് ടെസ്റ്റിന് പറഞ്ഞുതരും, മോഡൽ എക്സാമിന് ഫുൾ എല്ലാം പറഞ്ഞുതരും. പക്ഷെ SSLCക്ക് അതിൻ്റെ ഉള്ളിൽ കയറി എക്സാമിൻ്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ ബന്ധമില്ലാത്ത പോലെ നമുക്ക് ലൈക്ക് നമ്മളെ എക്സാം ക്ലാസ്സിൽ അത്ര ഒരു കൊല്ലം ഇരുന്ന് പഠിച്ച പിള്ളേർ ചില സമയത്ത് നമ്മുടെ ക്ലാസ്സിലുണ്ടാവും. അവർക്ക് വരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത പോലെ ആയിരിക്കും അവരിയ്ക്കുന്നത്. അതുകൊണ്ട് കോപ്പി അടിക്കുന്ന കാര്യം നിങ്ങൾ ചിന്തിക്കേ വേണ്ട, അറിയുന്നത് പഠിച്ചിട്ട് പോയിട്ട് എഴുതുക. പിന്നത്തെ സംബന്ധിച്ച് ഈ ഓൺലൈൻ ട്യൂഷൻ ഉണ്ടാകുന്ന പിള്ളേരുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു നമ്മൾ സൈലാണെന്ന്. അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് കാണുന്ന സംബന്ധിച്ചാൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ചാറ്റിംഗ് ഒക്കെ ആയിരിക്കും. അവിടെ റിലേഷൻഷിപ്പിലോട്ട് വരെ എത്തും. അവിടെ എന്താ വെച്ചാൽ നീ എവിടെയാ, ഞാൻ കണ്ണൂരാ, നീ കാസർഗോഡാണോ, ഈ പരിപാടിക്ക് നിൽക്കാനും പറ്റില്ല. അവർക്ക് നിൽക്കരുത് കേട്ടോ. നമ്മളത് വെറുതെ നമ്മൾ ജസ്റ്റ് ഒരു രസത്തിന് അതിങ്ങനെ വായിച്ചുകൊണ്ട് പോകും. പിന്നെ നമ്മൾ അതിന് അഡിക്റ്റഡായി നമ്മളും അത് ചെയ്യാൻ തുടങ്ങും. അതെ, അങ്ങനെ ഒരുപാട് ടൈം വേസ്റ്റ് ആവും ഗൈസ്. അതിനൊന്നും നിൽക്കാൻ അതേപോലെ തന്നെ എക്സാമിൻ്റെ തലേന്ന് പഠിക്കുന്ന കാര്യം മാക്സിമം ഒഴിവാക്കുക. പിന്നെ ഫോണിൻ്റെ യൂസ് എന്ന് വെച്ച് ഇൻസ്റ്റഗ്രാം നോക്കറ്, യൂട്യൂബ് നോക്കറ് അങ്ങനെയൊന്നുമല്ല, എല്ലാം നോക്കുക. പക്ഷേ ഒരു അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ നിങ്ങൾ പഠിക്കാനായിട്ട് വെക്കുക. അത്രമാത്രം ചെയ്താൽ മതി. ലൈക്ക് ഞാൻ പറഞ്ഞ അരമണിക്കൂർ എന്താ വെച്ചാൽ നമ്മൾ ഡെയിലി റെഫർ ചെയ്യുമ്പോൾ നമുക്ക് അരമണിക്കൂർ മതി. അത് നമ്മളിങ്ങനെ പഠിച്ച് പോയാൽ മതി. അപ്പോൾ എല്ലാവരും മാക്സിമം 10th ക്ലാസ് അടിച്ച് പൊളിക്കുക. ഒരു ടെൻഷനും വേണ്ട. SSLC നമുക്ക് കുറേ കുട്ടികൾക്കുള്ള പരിപാടി എന്താ വെച്ചാൽ നമുക്ക് എക്സാം എഴുതുമ്പോൾ ടെൻഷൻ ഉണ്ടാവില്ല. എക്സാം കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോൾ ഒരിക്കലും ടെൻഷൻ ഉണ്ടാവും. പക്ഷെ ആ റിസൾട്ട് നോക്കുമ്പോഴാണ് ഗായ്സ് നെഞ്ഞിങ്ങനെ ഇടിക്കും, ദൈവമേ എന്തായിരിക്കും അവസ്ഥ. ആ സംഭവം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അതിന് നമ്മൾ മുന്നേ പ്രിപ്പയർ ആയിട്ടിരിക്കുക, പഠിക്കുക. അപ്പോൾ നിങ്ങൾ ആരും ഒന്നും ടെൻഷനൊന്നും അടിക്കണ്ട. ഇതൊന്നും എല്ലാവരും പാസ്സായി പോകും, പേടിക്കൊന്നും വേണ്ട. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഗൈസ്. പിന്നത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുക. മാക്സിമം ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ മതി. ടെക്സ്റ്റ് ബുക്കിന്നേ വരും സംഭവം. ഇപ്പോൾ ടീച്ചേഴ്സ് നമ്മളോട് പിന്നെ സയൻസ് സബ്ജക്ട്സ് അതൊക്കെ നോട്ടിൽ നിന്ന് എഴുതണമെന്ന് പറയൂ, നോട്ടിലേക്ക് എഴുതിയിട്ട് അത് വായിക്കേണ്ട ആവശ്യമില്ല. ടെക്സ്റ്റ് ബുക്ക് മാക്സിമം വായിക്കുക. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കുറേ കുട്ടികൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ്, അതായത് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അറിയില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കളയുന്നത്. പക്ഷെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം വെച്ചാൽ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതിനെങ്കിലും മാർക്ക് അവർ തരും. ലൈക്ക് നമുക്കിപ്പോൾ തീരെ അറിയില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ തന്നെ അങ്ങ് എഴുതി വെച്ചു, അതായിരിക്കും നല്ല. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ബയോളജിയിലാണെങ്കിൽ വെറുതെ വരച്ച് ഓർ ക്വസ്റ്റ്യൻസ് എന്തായാലും എഴുതിക്കോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചെറിയ മാർക്ക് വ്യത്യാസമെല്ലാം ഉണ്ടെങ്കിൽ ആ ഒരു മാർക്ക് നമ്മൾക്ക് കൂട്ടും. സോ ഇനി 10th പോകാൻ പോകുന്ന എല്ലാവരും അടിപൊളിയാക്കുക. അതേപോലെ തന്നെ 10th ക്ലാസ് പഠിക്കുന്ന മാത്രമല്ല എല്ലാം നല്ല മാക്സിമം എൻജോയ് ചെയ്യുക.
അതേപോലെ തന്നെ പഠിക്കുക അതിൻ്റെ ഒപ്പം ഫുള്ള് ആരും ടെൻഷനൊന്നും അടിക്കണ്ട. അയ്യോ SSLC ആണെന്ന് വിചാരിച്ചിട്ട് ടെൻഷനൊന്നും അടിച്ച് മരണ പഠിപ്പൊന്നും പഠിക്കണ്ട. എല്ലാം അതിൻ്റെതായിട്ടുള്ള വൈക്കനെ പോയിക്കോളും. എൻജോയ് ചെയ്യാം മാക്സിമം. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, RB Talk സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എക്സാം സമയത്ത് കുറച്ച് നിങ്ങൾക്ക് മോട്ടിവേഷൻ വീഡിയോസും എക്സാമിൻ്റെ പാറ്റേണൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഇടും. അപ്പോൾ അത്രയും